യഥാർത്ഥ പ്രവർത്തനങ്ങൾ കൊണ്ടും സ്വന്തം പ്രവർത്തനങ്ങൾ കൊണ്ടുമാണോ ഇന്ന് പലരും രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്? അല്ലെങ്കിൽ ഇവിടെ ഒരു ലെഗസി, ഫാമിലി ലെഗസി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇപ്പം എനിക്ക് തോന്നുന്നു രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിലും നെപ്പോട്ടിസം വർക്ക് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. റീസെന്റ് കഴിഞ്ഞിട്ടുള്ള കേരള ഇലക്ഷനും അതുപോലെ തന്നെ മന്ത്രിമാരും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഏറെക്കുറെ. ബേബി ജോണിന്റെ മകൻ, കരുണാകരന്റെ മകൻ, ലീഡറിന്റെ മകൻ, എന്തോ ഇതിനെ മാത്രം ആളുകൾ പോസിറ്റീവായിട്ട് കാണുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പാർട്ടിയെ അറിയുന്ന, അവരുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ആരുണ്ടായിട്ടും കാര്യമില്ല. ഈ ആ ഒരു സീറ്റ് എന്ന് പറയുന്നത് ചാണ്ടി ഉമ്മന് റിസർവ്ഡ് ആണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങള് മുരളീധരന് കാഴ്ചവെക്കാൻ പറ്റാത്തതുകൊണ്ട് അയാൾ പല തെരഞ്ഞെടുപ്പിലും അയാൾ തോറ്റുപോയിട്ടുണ്ട്. മന്ത്രിസ്ഥാനങ്ങൾ കൊടുത്തിട്ടുള്ളത് 5 പേര് ഓൾറെഡി ഇതുപോലെ പറയത്തക്ക വലിയ നേതാക്കളുടെ മക്കളാണ്. ഈ ലെഗസി മാത്രമായിട്ട് അല്ലെങ്കിൽ ഈ നെപ്പോട്ടിസം മാത്രമായിട്ട് വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അവസരങ്ങൾ കിട്ടണ്ടേ? ഒരു കാലത്ത് കേരള രാഷ്ട്രീയം എന്ന് പറയുന്നത് ഗ്രാസ് റൂട്ട് പ്രവർത്തകരുടെ വിയർപ്പിൽ നിന്നായിരുന്നു തുടങ്ങിയത്. അതായത് ഒരു രാഷ്ട്രീയ പാരമ്പര്യമില്ലാതെ സ്വന്തം പ്രവർത്തനങ്ങൾ കൊണ്ടും വിയർപ്പ് കൊണ്ടും അധ്വാനം കൊണ്ടും രാഷ്ട്രീയത്തിലെത്തി മന്ത്രി പദവിയിലൊക്കെ എത്തിയ ആളുകൾ ഒരുപാട് നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു, കേരള രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണോ? യഥാർത്ഥ പ്രവർത്തനങ്ങൾ കൊണ്ടും സ്വന്തം പ്രവർത്തനങ്ങൾ കൊണ്ടുമാണോ ഇന്ന് പലരും രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്? അല്ലെങ്കിൽ ഇവിടെ ഒരു ലെഗസി, ഫാമിലി ലെഗസി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ? എന്താണ് പാത്തുവിൻ്റെ അഭിപ്രായം? തീർച്ചയായിട്ടും മറ്റേ നെപ്പോട്ടിസം എന്നൊക്കെ പറയുന്നത് പോലെ സിനിമയിലും അതുപോലെ എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിലാണ് നമ്മൾ കൂടുതലായിട്ട് നെപ്പോട്ടിസം എന്നുള്ളൊരു വേർഡ് കേട്ട് പരിചയമുള്ളത്. ഇപ്പം എനിക്ക് തോന്നുന്നു രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിലും നെപ്പോട്ടിസം വർക്ക് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. റീസെൻ്റ്ലി കഴിഞ്ഞിട്ടുള്ള കേരള ഇലക്ഷനും അതുപോലെ തന്നെ മന്ത്രിമാരും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഏറെക്കുറെ പഴയ നേതാക്കളുടെ മക്കൾ. പക്ഷെ അത് ഇപ്പം മാത്രമല്ലല്ലോ, മുമ്പും അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇല്ലാന്നല്ല, പക്ഷെ ഇപ്പൊ കുറച്ച് കൂടുതലല്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇപ്പം നിലവിലെ മന്ത്രിസഭയിൽ തന്നെ 5 മന്ത്രിമാര് ഇതുപോലെ ഓൾറെഡി മുതിർന്ന നേതാക്കളുടെ മക്കളാണ്. അതുപോലെ തന്നെ സിറ്റിംഗ് MLA-മാര് ഏറെക്കുറെ കുറച്ചൊക്കെ ഇതുപോലെ മുതിർന്ന നേതാക്കളുടെ മക്കളാണ്. അപ്പോൾ ഈ ഒരു ഫേവർ ഇപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ. ഈ ഒരു ഇമോഷൻ ഇപ്പോഴും നല്ല, ഇതിനു മുമ്പും ഇങ്ങനെ ഇത്തരത്തിലുള്ള ഇമോഷൻസ് ഒക്കെ വർക്കായിട്ടുണ്ട്. അതായത് ഇന്ന ആളുടെ മകനാണ്, ഇന്ന ആളുടെ കൊച്ചുമോളാണെന്നൊക്കെ പറഞ്ഞിട്ട് രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരുപാട് ആളുകളുണ്ട് ഇതിനു മുമ്പും. പക്ഷെ എനിക്ക് തോന്നുന്നത് അത് ഇത്രത്തോളം ചർച്ച അല്ലെങ്കിൽ വിമർശനത്തിന് വഴിയൊരുക്കിയിട്ടുണ്ടോ എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോഴും വിമർശിക്കുന്നുണ്ടോ എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ് കേട്ടോ. ഞാൻ അധികം മീഡിയാസിലും കാര്യത്തിലൊന്നും ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും പിണറായി സർക്കാരിന്റെ സമയത്ത് റിയാസ് മന്ത്രിയായ മരുമോനിസം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ട്രോള് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ മന്ത്രിമാര് സത്യപ്രതിജ്ഞ കഴിഞ്ഞ സമയത്ത് 5 മന്ത്രിമാരും പോരാത്തതിന് തുളസി ഭാര്യയുമാണ്. അപ്പം ഇതിനെക്കുറിച്ചൊന്നും അധികം ഞാൻ അങ്ങനെ സംസാരിച്ചതായിട്ട് ഗ്ലോറിഫൈ ചെയ്തിട്ട് ഒരുപാട് ചാനലുകൾ ചർച്ച എന്നുള്ളത് അല്ലെങ്കിൽ ന്യൂസുകളൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന ആളുടെ ഭാര്യയാണ്, ഇന്ന ആളുടെ മകനാണെന്ന് പറഞ്ഞിട്ട് അതിനൊരു പോസിറ്റീവ് സൈഡ് കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ മുഹമ്മദ് റിയാസിൻ്റെ ഒരു വിഷയം വന്ന പോലത്തെ ഉള്ള ഒരു സമീപനമല്ല ജനങ്ങൾക്കുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോഴത്തെ ചർച്ചകളൊക്കെ കാണുമ്പോൾ അതിനാളുകൾ അത്രയും പോസിറ്റീവായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ അനൂപ് ജേക്കബിൻ്റെ മകൻ, ബേബി ജോണിൻ്റെ മകൻ, കരുണാകരൻ്റെ മകൻ, ലീഡറിൻ്റെ മകൻ, അപ്പോൾ അതിനൊക്കെ ആളുകൾ ഭയങ്കരമായിട്ട് എന്തോ അതിനൊരു പോസിറ്റീവായിട്ട്, അതിനിപ്പോൾ ഭരണം മാറി വന്നതുകൊണ്ടും മുൻകാല ഭരണത്തിനോടുള്ള ഒരു വിമർശനമായിട്ട് ആളുകളുടെ ഒരു എതിർപ്പ് കൊണ്ടാണോ എന്നറിയില്ല, എന്തോ ഇതിനെ മാത്രം ആളുകൾ പോസിറ്റീവായിട്ട് കാണുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ പോസിറ്റിവിറ്റിനേക്കാളും കൂടുതൽ നമുക്കറിയേണ്ടത് വേറെ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സ്ഥാനങ്ങൾ ശരിക്കും കൊടുക്കപ്പെടേണ്ട കുറേ ആൾക്കാർ ഇതിൻ്റെ ബാക്ക് സൈഡിലുണ്ട്. നന്നായിട്ട് വർക്ക് ചെയ്യുന്ന പാർട്ടി പ്രവർത്തകരെ കുറിച്ചിട്ട് പാർട്ടിയിൽ തന്നെ ഇപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ രാഷ്ട്രീയത്തിൽ വന്ന് രാഷ്ട്രീയത്തിനെ കുറിച്ച് അറിഞ്ഞ് സ്വയം പ്രവർത്തിച്ച് ആ ഒരു മേഖലയിൽ ഒരു പേരെടുത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. സ്റ്റുഡൻസ് യൂണിയൻ എന്നൊക്കെ വരുന്ന ആളുകളുണ്ട്. പക്ഷെ അവർക്കൊന്നും കൃത്യമായ ഒരു സ്ഥാനമോ അല്ലെങ്കിൽ ഒരു സ്പേസോ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അങ്ങനെ തോന്നുന്നില്ല. തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ മണ്ഡലങ്ങളിലൊക്കെ ഇന്ന ആളെ നിർത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇമോഷൻ വർക്കാവും, അതുകൊണ്ട് വോട്ട് കിട്ടും. മെയിനായിട്ട് ചാണ്ടി ഉമ്മൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതാണ്. ചാണ്ടി ഉമ്മൻ്റെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് അധികം വിസിബിൾ അല്ല. അച്ഛൻ മരിക്കുന്നത് വരെ എനിക്ക് തോന്നുന്നു അദ്ദേഹം അങ്ങനെ പൊളിറ്റിക്കലായിട്ട് ലൈംലൈറ്റിൽ വരാത്ത ഒരാളായിരുന്നു. പക്ഷെ മരിച്ചതിന് ശേഷം നേരെ ആ ഒരു സ്പേസ് എന്നുള്ളത് ചാണ്ടി ഉമ്മനിലേക്ക് മാറുമായിരുന്നു.
അത് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. അത് പറയാൻ പറ്റില്ല. മേ ബി ചാണ്ടി ഉമ്മൻ അത്യാവശ്യം നല്ല കാലിബർ ഉള്ള ഒരാളായിരിക്കാം. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അയാൾ ഒരു നല്ല മനുഷ്യനാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ആളുകളുടെ അടുത്ത് പെരുമാറുന്ന രീതി. പക്ഷെ ഈ അവർക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് ഉണ്ട്, അതാണ് ഇതിലെ മെയിൻ വിഷയം. അവർക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ്, ഇപ്പം ആ പരിസരത്ത് അദ്ദേഹത്തെക്കാൾ നന്നായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് പാർട്ടി അറിയുന്ന, അവരുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ആരുണ്ടായിട്ടും കാര്യമില്ല. ഈ ഒരു സീറ്റ് എന്ന് പറയുന്നത് ചാണ്ടി ഉമ്മന് റിസർവ്ഡ് ആണ്, ഷുവറാണ്. ആ ഇമോഷന്റെ പുറത്തെ ആൾക്കാർ വർക്ക് ആവുള്ളൂ. ഇനിയിപ്പോൾ ചാണ്ടി ഉമ്മന് താല്പര്യമില്ലെങ്കിൽ പോലും ചിലപ്പം പാർട്ടി അതിന് വേണ്ടിയിട്ട് ഇവരെ പുഷ് ചെയ്യുമായിരിക്കും. കാരണം ഇമോഷൻ വർക്കൗട്ട് ആവും. ആളുകൾ കൂടുതൽ ഇന്ന നേതാവിന്റെ മോൻ എന്നുള്ളൊരു സാധനം വരുന്നുണ്ട്, ഒന്നും പറയാൻ പറ്റാത്തൊരു. പക്ഷെ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മന്ത്രിസഭയിൽ തന്നെ മുരളീധരന്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. കെ കരുണാകരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ എത്രത്തോളം അഗ്രഗണ്യൻ, അതെ, രാഷ്ട്രീയത്തിൽ അത്രയും അഗ്രഗണ്യനായിരുന്നു അദ്ദേഹം, ലീഡറായിരുന്നു. അപ്പം അങ്ങനെ വിളിപ്പേരുള്ള ഒരാളുടെ മകൻ ഇതിനു മുമ്പ് ഇലക്ഷനിൽ നിന്ന് തോറ്റിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തുകൊണ്ട് ഈ ഇമോഷൻ വർക്ക് ആവുന്നില്ല? അപ്പോൾ ഇമോഷൻ എന്നുള്ളതിനപ്പുറത്തേക്ക് പ്രവർത്തനം കൂടി വേണം എന്നുള്ളതും ഇവിടെ ഒരു പ്രധാന ഘടകമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം ചാണ്ടിയുമ്മൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രവർത്തനമില്ല എന്നുള്ളതല്ല, നന്നായിട്ട് അദ്ദേഹം നമ്മളൊക്കെ കണ്ടതാണ്, ഓടിയിട്ടൊക്കെയാണ് ഓരോ വീടുകളിൽ ചെന്ന് വോട്ട് ചോദിച്ചതൊക്കെ നമ്മൾ കണ്ടത്. പക്ഷേ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുരളീധരന് കാഴ്ചവെക്കാൻ പറ്റാത്തതുകൊണ്ട് അയാൾ പല തെരഞ്ഞെടുപ്പിലും അയാൾ തോറ്റുപോയിട്ടുണ്ട്. അപ്പോൾ ഇമോഷൻ എന്നുള്ളത് മാത്രമല്ല, പ്രവർത്തനവും ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ കാലത്ത് ആളുകൾ ഈ ഒരു വികാരത്തിൻ്റെ പിന്നാലെ മാത്രം പോകുന്നവരാണെന്ന് തോന്നുന്നില്ല. അങ്ങനെ ജയിച്ചു വന്ന ഒരുപാട് പേര് മന്ത്രിസഭയിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ എടുത്തു പറയേണ്ട പേര് VT ബൽറാമിൻ്റെ പേരൊക്കെ എടുത്ത് പറയേണ്ടതാണ്. അദ്ദേഹത്തിന് അങ്ങനെ രാഷ്ട്രീയ പാരമ്പര്യം എന്ന് പറയാനൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെ കേട്ടിട്ടില്ല. സ്റ്റുഡൻസ് യൂണിയനിൽ നിന്നൊക്കെ കയറി അങ്ങനെ വന്ന ഒരാളാണ്. അപ്പോൾ പ്രവർത്തനങ്ങൾ കൊണ്ടും ഇവിടെ ആളുകൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ മന്ത്രി പദവിയിലേക്ക് എത്താം, അല്ലെങ്കിൽ MLA സ്ഥാനത്തേക്ക് എത്താം എന്നുള്ളതും പറയുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന കാര്യം. VT ബൽറാമിന് മന്ത്രിസ്ഥാനം കൊടുത്തില്ലല്ലോ. മന്ത്രിസ്ഥാനം എന്നുള്ള അദ്ദേഹത്തിന് അവിടെ ഇതിന് സ്ഥലത്ത് നിന്ന് ജയിച്ച് MLA ആവാൻ പറ്റിയത് എനിക്ക് തോന്നുന്നു ആ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയേണ്ടി വരും, ഓപ്പോസിറ്റിൽ നിന്ന് ആളെടുത്തുള്ള എതിർപ്പ് കൊണ്ടും ജയിച്ചു എന്നുള്ളതും പറയാൻ പറ്റും. പക്ഷെ ഇമോഷൻ വർക്കൗട്ട് ആവില്ല എന്നുള്ളൊരു സാധ്യത കുറവൊന്നുമില്ല. ഇമോഷൻ വർക്ക് ആയതിൻ്റെ വലിയൊരു കാര്യമാണ് MLA സീറ്റിലിരിക്കുന്ന ഒട്ടുമിക്ക കുറേയൊക്കെ ഇതുപോലുള്ള ഈ അച്ഛന്മാരുടെയും അപ്പൂപ്പന്മാരുടെയൊക്കെ ഒരു പിന്താങ്ങ് ബലത്തോട് കൂടിയിട്ട് കയറിയിട്ടുള്ള ഒട്ടുമിക്ക കുറേ ആൾക്കാരും. അതുപോലെ തന്നെ മന്ത്രിസ്ഥാനങ്ങൾ കൊടുത്തിട്ടുള്ളത് 5 പേര് ഓൾറെഡി ഇതുപോലെ പറയത്തക്ക വലിയ നേതാക്കളുടെ മക്കളാണ്. അപ്പോൾ അവർക്ക് ആ ഒരു സ്ഥാനം കൊടുക്കാൻ വേണ്ടിയിട്ട് മന്ത്രിസ്ഥാനം അർഹമായിട്ടുള്ള വേറെ കുറേ ആൾക്കാരുണ്ടായിട്ട് പോലും ഇവരുടെ ഒരു പേര് ഇതിലേക്ക് വരാൻ കാരണം തോന്നുന്നില്ലേ ആ ഒരു കുടുംബ പാരമ്പര്യമാണ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അതിനേക്കാളും കുറച്ചും കൂടി ഡിസേർവ്ഡ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു, പക്ഷെ അവർക്കൊന്നും കിട്ടിയില്ല. ബാക്കി ഉള്ള ആൾക്കാർക്കാണ് കൂടുതലായിട്ട്. അത് ഇവരുടെ ഒരു പ്രിവിലേജ് ആണ്, പ്രിവിലേജ് അല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. രാഷ്ട്രീയത്തിൽ സ്ഥാനമാനങ്ങൾ നൽകുമ്പോൾ ഒരു ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ട്, പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് വേണം എന്നുള്ളതൊരു മാനദണ്ഡമാണ്. ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾക്ക് പദവികൾ കൊടുക്കാനോ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാനോ പറ്റില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ എന്നാൽ പോലും ഇതിൻ്റെ താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് വന്ന ഒരുപാട് പ്രവർത്തകരുടെ കാര്യമായിട്ട് ഞാൻ പറയാം, ഞാൻ നേതാക്കളുടെ മക്കളെ കാര്യം അല്ലെങ്കിൽ ആ ഒരു ഹയറാർക്കിയിൽ മുകളിൽ നിൽക്കുന്ന ആളെ കുറിച്ചല്ല, ഇതിൻ്റെ താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കും ഇത്തരത്തിലുള്ള ചിലപ്പോൾ ഇവരെക്കാളൊക്കെ കൂടുതൽ കാലിബർ ഉള്ളവരായിരിക്കും ഇപ്പുറത്തെ സൈഡിലിരിക്കുന്ന ഈ പ്രവർത്തകർ. അപ്പോൾ അവർക്കൊരു സ്പേസ് കിട്ടണ്ടേ നിയമസഭയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അങ്ങോട്ട് ഭരണം മാറുമ്പോൾ പുതിയ കാര്യങ്ങൾ ഒരുപാട് പുതിയത് വരണം, മാറ്റങ്ങൾ വരണം. അപ്പോൾ ചിലപ്പോൾ ഇവരെക്കാൾ കാലിബർ അത് തപ്പി തെരഞ്ഞു പിടിച്ചിട്ട് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമല്ലേ. ഇങ്ങനെ ഈ ലെഗസി മാത്രമായിട്ട് അല്ലെങ്കിൽ ഈ നെപ്പോട്ടിസം മാത്രമായിട്ട് വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും അവസരങ്ങൾ കിട്ടണ്ടേ. അതാണ് എനിക്കും പറയാനുള്ളത്. അതായത് താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരെ ഒരു തഴയലാണ്. ഇപ്പം നമ്മൾ കാലങ്ങളായിട്ട് കേട്ടോണ്ടിരിക്കുന്നതാണ് ഡോക്ടറുടെ മകൻ ഡോക്ടറാവുന്നു, എഞ്ചിനീയറുടെ മകൻ എഞ്ചിനീയർ ആവുന്നു. അതൊക്കെ നമ്മൾ കാലങ്ങളായിട്ട്. അപ്പോൾ എന്തുകൊണ്ട് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകന് രാഷ്ട്രീയത്തിലേക്ക് വന്നുകൂടാ എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉയരാം.
അതും നമ്മൾ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം. എന്തുകൊണ്ട് പൊളിറ്റിക്സിൽ മാത്രം അങ്ങനെ നെപ്പോട്ടിസം വന്നുകൂടാ എന്നുള്ളത്. ചിലപ്പോൾ അയാൾ അതിൽ നേരത്തെ പറഞ്ഞ പോലെ അഗ്രഗണ്യനാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. നമ്മളത് പ്രവർത്തനങ്ങളിലൂടെ തന്നെ കണ്ടിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു 1-2 പ്രാവശ്യമൊക്കെ സ്ഥാനം കൊടുക്കുമായിരിക്കും, പക്ഷെ അതിനനുസരിച്ച് അവർ വർക്ക് ചെയ്യുന്നില്ല, പ്രവർത്തിക്കുന്നില്ല, ഭാവിയിൽ മുന്നോട്ടേക്ക് നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു ക്ഷേമം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് അധികകാലം നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു പ്രിവിലേജ് അവർ നന്നായിട്ട് യൂസ് ചെയ്തിട്ട് നാടിന് വേണ്ടി നല്ലത് ചെയ്യുകയാണെങ്കിൽ ഓക്കെ. അല്ലാത്ത പക്ഷം എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആൾക്കാർ അത്ര മണ്ടന്മാരല്ലല്ലോ, തോൽപ്പിക്കും, അത് ഷുവറായിട്ടും തോൽപ്പിക്കും. തീർച്ചയായിട്ടും. അല്ലാതെ ഇങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ട്, അപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ കാര്യം ഉണ്ടാവും, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരല്ല. പൊളിറ്റിക്സിനെ കുറിച്ച് കൂടുതൽ അവെയർ ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവർ ചിന്തിക്കും, തീർച്ചയായിട്ടും ചിന്തിച്ചിട്ട് തന്നെ ആയിരിക്കും അവർ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇനി നല്ല ഭരണം കാഴ്ചവെക്കാം, നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാവാം എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും അവർ ജയിപ്പിച്ച് വിടുന്നത്. അത് ജയിച്ച് കയറുന്നവർ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ മെയിനായിട്ട്. അവർക്ക് കിട്ടിയ ഈ ഒരു അവസരം മാക്സിമം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, ആളുകൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ പ്രവർത്തിക്കുക. ഇനി പ്രവർത്തന പാരമ്പര്യം ഉണ്ടെങ്കിലും കുടുംബ പാരമ്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏത് തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ഇനി അങ്ങോട്ടേക്ക് വരുന്ന ഈ ഒരു കേരളത്തിനെ പിന്താങ്ങിയിട്ട് അവരുടെ സ്ഥാനങ്ങൾ അനുസരിച്ച് അവർ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് പറയാനുള്ളത്.